സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? ഞാൻ അതിനായിട്ട് ബസുമതി അരി 2 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കഴുകി ഒരു 10-15 മിനിറ്റ് കുതിരാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ അത് കഴുകി കുതിരാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് തയ്യാറാക്കാൻ തക്കവണ്ണം അത് കുതിർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിനകത്ത് വെള്ളം വെച്ച് ഈ ചോറാക്കത്തക്ക രീതിയിൽ ഈ കപ്പ് നമ്മൾ 2 കപ്പ് അരി എടുത്തെങ്കിൽ ഒരു കപ്പ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം വെച്ച് 5 കപ്പ് അതേ അളവിൽ തന്നെ വേണം. അങ്ങനെ ഞാൻ അത് അളന്ന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് തന്നെ ഞാൻ 1 സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളയ്ക്കട്ടെ. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഊറ്റി വെച്ചിരുന്ന ബസുമതി അരി അതിനകത്തോട്ട് ഫ്രൈഡ് റൈസിനായിട്ട് അതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനകത്ത് ആ തിളച്ച വെള്ളത്തിനകത്തോട്ടിട്ട് ഞാനൊന്ന് ഇളക്കുകയാണ്. കാരണം എല്ലായിടവും അത് ഒട്ടാതിരിക്കാൻ എല്ലായിടവും ഒരുപോലെ തന്നെ അത് വേവായി വരണം. അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. കാരണം നല്ല റൈസാണ്. അപ്പോൾ അത് ഒട്ടിയൊന്നും പോകരുത്, ഒരുപാട് കുഴഞ്ഞും പോകരുത്. അത് ആ പരുവത്തിൽ വേണം നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പം ഏകദേശം റൈസൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി നല്ലപോലെ അത് ഇളക്കി ഒന്നും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഊറ്റിയെടുക്കണം. അപ്പം ഞാനതൊരു വലിയ അരിപ്പിനകത്തോട്ട് ഊറ്റുകയാണേ. അപ്പം ഞാനത് വളരെ ശ്രദ്ധയോടെ ഊറ്റുക. കാരണം തിളച്ചതല്ലേ. അപ്പോൾ അത് ഊറ്റിയിട്ട് ഞാൻ കുറച്ച് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് പച്ചവെള്ളം. കാരണം ഈ ചോറ് കുറച്ച് സമയം ചൂടോടെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ കട്ടയൊന്നും പിടിക്കാതിരിക്കാൻ ഞാനത് വേഗത്തിൽ തണുപ്പിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഊറ്റിയ ചോറിനകത്തോട്ട് തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് ഒന്നും കൂടി തണുപ്പിക്കുകയാണ്. കാരണം ഓരോ ചോറും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈഡ് റൈസ് ആകുമ്പം അതുപോലെ കഴിച്ചാലേ ടേസ്റ്റുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് തണുപ്പിച്ച് ഞാൻ ആ വെള്ളമൊക്കെ ഊറ്റി വീണ്ടും അത് നല്ല നൈസായിട്ട് ഒറ്റയ്ക്കായിട്ട് കിടക്കുകയാണ് ചോറ്. അങ്ങനെയാണെങ്കിൽ ഇത് തയ്യാറാക്കിയ ടേസ്റ്റ് ആവത്തുള്ളേ. അപ്പം ഞാനത് തയ്യാറാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ ഞാൻ ഒരു വലിയ സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കമുണ്ട്. പിന്നെ മുട്ടക്രോസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഉണ്ട്. പിന്നെ ബീട്രൂട്ടുണ്ട്. ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും കൂട്ടം നമ്മൾ വെജിറ്റബിൾ ഇപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ അത് ഇത്രയൊക്കെ ചേർത്താണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് ഞാനൊരു വലിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടി 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇനി ഞാൻ ആ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് വേണം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാൻ. അപ്പം ഞാൻ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞാണ് വെച്ചിരുന്നത്. അതൊക്കെ ഒന്ന് ചേർത്ത് നല്ല രീതി അതൊന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ക്യാബേജ് ഉണ്ട്. ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് അങ്ങോട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് ഞാൻ സ്പ്രിംഗ് ഒണിയനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം ചേർക്കണം. അപ്പം അപ്പോഴത്തേക്ക് സ്പ്രിംഗ് ഒണിയനും ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്ത് സ്പ്രിംഗ് ഒണിയനും ചേർത്തിട്ടുണ്ട്. കാരണം ഇത് മൊത്തം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയായി വരണം. ഒരു മീഡിയം ടൈപ്പിൽ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വരണം. ഉപ്പും കൂടി ഇട്ട് ഞാൻ അതൊന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ നല്ല രീതിയിലാണ് റൈസായിരിക്കുന്നത്. അപ്പം ഞാൻ സോസ് ഒഴിക്കുകയാണേ. ഞാൻ സോയ സോസാണ് ഒഴിക്കുന്നത്. അപ്പം അതിനാവശ്യമുള്ള 1 സ്പൂൺ സോയാ സോസും പിന്നെ ഞാനൊരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരുമിച്ച് നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി റെഡിയാക്കാം. പിന്നെ ഉപ്പ്, ഇതിനാവശ്യമുള്ള ഉപ്പ്, കാരണം നമ്മൾ ചോറിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ചെറിയ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് നമ്മൾ ഇളക്കി ഇനിയിപ്പം നമ്മൾ ഊറ്റി വെച്ചിരുന്ന റൈസാണ് നമ്മളിപ്പോൾ ചേർത്ത് നമുക്കിനി ഇത് മൊത്തം ഒന്ന് മിക്സാക്കാം. നല്ലതുപോലെ മിക്സാക്കി നമുക്ക് എടുക്കാം. അപ്പം എല്ലായിടവും മസാല പിടിക്കണം.
കാരണം നമുക്ക് ഇത്രയും വെജിറ്റബിളേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് ഇനിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം, പക്ഷെ നമുക്ക് ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് ഇനി ഞാൻ ഒരുമിച്ച് അതൊന്നെടുത്ത് തട്ടേ, കാരണം ആ റൈസ് ഒരുമിച്ചല്ലല്ലോ, വേറിട്ടിരിക്കണം, എന്നാലേ അതിന് രുചിയുള്ളൂ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചതച്ച് വെച്ച കുരുമുളക് പൊടിയുടെ ചേർത്തിട്ടുണ്ട്. അപ്പം വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം, വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.